ഹായ് ഫ്രണ്ട്സ്, സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ പലപ്പോഴും മനുഷ്യനെ ശൂന്യതയിലേക്ക് അല്ലെങ്കിൽ ഇരുട്ടറകളിലേക്ക് തള്ളിവിടാറുണ്ട്. അമിതമായിട്ടുള്ള ദേഷ്യം, അമിതമായിട്ടുള്ള നിരാശ, സങ്കടം, അമിതമായിട്ടുള്ള ഭയം, ഇവയൊക്കെ മൂലം പലരും കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടാറുണ്ട്. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നടന്ന സംഭവം തന്നെ വിശദീകരിച്ച് പറയാം. അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു സ്ത്രീ തൻ്റെ കുട്ടിയുമായിട്ട് നടന്നു പോകുമ്പോൾ ഒരാൾ മദ്യപിച്ച് കാർ ഓടിച്ച് ആ കുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുകയും അതിലൂടെ ആ കുട്ടി മരണമടയുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ കഠിനമായിട്ടുള്ള വേദന അവരെ അലട്ടുകയുണ്ടായി. ആ ഡ്രൈവറോടുള്ള അമിതമായിട്ടുള്ള ദേഷ്യം അവരെ കൂടുതൽ അസ്വസ്ഥതയുള്ളവളാക്കി മാറ്റി. അങ്ങനൊരു അവസ്ഥയിൽ അവരൊരു തീരുമാനമെടുക്കുകയാണ്. അതായത്, ഒരു കാരണവശാലും ഇനി ഒരു കുട്ടി പോലും ഒരാൾ മദ്യപിച്ച് കാർ ഓടിച്ചതിൻ്റെ ഫലമായിട്ട് മരണപ്പെടുവാൻ ഇടയാകരുത്. അങ്ങനെ അവരൊരു അസോസിയേഷൻ രൂപീകരിക്കുകയാണ്. അസോസിയേഷൻ്റെ പേരെന്ന് പറയുന്നത് MAD, MADD, മദേഴ്സ് എഗെയിൻസ്റ്റ് ഡ്രങ്ക് ഡ്രൈവിംഗ്. അങ്ങനെ ഈ സ്ത്രീയുടെ ഈ ഒരു പ്രസ്ഥാനവും അമേരിക്കയിൽ വലിയ തോതിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. എല്ലായിടത്തും ഇവരെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് ഈ സംഘടനയിലൂടെ അമേരിക്കയിൽ ചെയ്യുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു കുട്ടി പോലും ഒരാൾ മദ്യപിച്ച് കാർ ഓടിച്ചതിൻ്റെ ഫലമായിട്ട് മരണപ്പെടരുത് എന്നുള്ള അവരുടെ പ്രതിജ്ഞ അത് നിറവേറ്റുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവസാനം ഈ സ്ത്രീ അമേരിക്കൻ സെനറ്റിലേക്ക് മത്സരിക്കുകയും അവിടെ ആ തിരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം എന്ന് പറയുന്നത്. ഈ കഥ ഇന്ന് ഞാൻ രാവിലെ വായിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന ഇമോഷൻസിനെ ആദ്യമൊക്കെ നമ്മളെ നല്ല രീതിയിൽ അത് ടോർച്ചർ ചെയ്യുമെങ്കിലും അതിൽ നിന്ന് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിരാശ നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയേണ്ട രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന സങ്കടമാണെങ്കിലും അമിതമായിട്ടുള്ള ഭയമാണെങ്കിലും ഇനിയിപ്പോൾ അമിതമായിട്ടുള്ള ദേഷ്യമാണെങ്കിലും പലപ്പോഴും ബന്ധങ്ങളൊക്കെ താറുമാറാകുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ദേഷ്യമാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൺവേർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നമ്മൾക്കും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും ഉതകുന്ന രീതിയിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞാൽ ഏറെ നന്നായിരിക്കും. അതിന് കഴിയുമെന്ന് തെളിയിച്ച ഒരു സംഭവമാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു ദിനവും കൂടി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.